ഞാൻ മെറീന ജോബി. again welcome back to Soran Spicy. Soran Spicyയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സ്നാക്ക് റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ സ്വന്തം പക്കവടയുടെ റെസിപ്പി. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അതേപോലെ തന്നെ വളരെ കുറച്ച് സമയം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ പക്കോട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കടലമാവ് എടുക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ അരിപ്പൊടി എടുക്കണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വേണമെന്നുള്ളവർ മുളക് പൊടിയുടെ അളവിൽ വേരിയേഷൻ വരുത്താം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില വേണം. പിന്നെ വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പക്കോട റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ പക്കോട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പൊടികളെല്ലാം കൂടി കുഴച്ചിട്ട് ഒരു ഡൗ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അല്പാൽപ്പമായിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് മാവ് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് താഴോട്ടൊന്ന് ഞെങ്ങി പോകുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ മാവ് ഭയങ്കര ഹാർഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേവനാഴിയിലിടുമ്പോൾ താഴോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ഒരു അല്പം സോഫ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം പക്കവട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സേവനാഴിയിലിട്ടിട്ട് പക്കവട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോളുള്ള അച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കുറേശ്ശായിട്ട് അച്ചിലിട്ട് കൊടുത്തിട്ട് നമുക്ക് പക്കവട റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് പോർഷൻസ് തിരിച്ചിട്ട് അച്ചിലിട്ട് കൊടുത്തിട്ട് നമുക്ക് പക്കവട റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അച്ചിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് പക്കവട റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ പക്കോട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഓയിൽ ചൂടായിട്ടില്ല, ഒരു മീഡിയം ചൂടായിട്ടുള്ളൂ. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ കറിവേപ്പിലയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിൽ കറിവേപ്പിലിട്ട് വറുത്തെടുത്താൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ചെറിയൊരു ചൂടിലാണ് നമ്മൾ കറിവേപ്പില വറുത്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു മീഡിയം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കാം. കറിവേപ്പില ഞാൻ തണ്ടോട് കൂടിയാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കോരിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നിങ്ങൾ ചേർക്കണം കേട്ടോ. കറിവേപ്പില കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില ആയിട്ടുണ്ട്, അത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമുണ്ട്. അല്ലാതെ നമ്മൾ അല്ലി തിരിച്ചിട്ടിടുകയാണെങ്കിൽ ഭയങ്കര പാടാണ് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതൊന്ന് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഓയിൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ പക്കോട റെഡിയാക്കാൻ തുടങ്ങുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മാവ് റെഡിയാക്കിയത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ അവസാനം പാകത്തിന് ഒടിച്ചെടുക്കുകയാണ് ചെയ്യണേ.
അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിടാട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, നന്നായിട്ട് വേവയില്ല. അപ്പോൾ ഈ സൈഡും കൂടി ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ സൈഡും കൂടി ആയി വന്നിട്ടുണ്ട്. ഞാനിത് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. കണ്ടോ, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടുള്ള പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാലൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച പക്കവട ഇവിടെ ഒന്ന് ചെറുതായിട്ട് പൊടിക്കുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ചെറുതാക്കണോ അത്രമാത്രം നിങ്ങൾ ചെറുതാക്കുക. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം. കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ആ കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചത് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതും വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. ഈ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഞെക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടോ, വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈവനിങ്ങിൽ സ്നാക്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റില്ല, എന്നാൽ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നല്ല ചൂടോടെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.